الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أيها الناس أوصيكم وإياي أولا بتقوى الله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قالت إحداهما يا أبت استأجر إن خير من استأجرت القوي الأمين صدق الله العلي العظيم. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് അവൻ്റെ വിധി വിലക്കുകൾ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് എൻ്റെ സഹോദരി സഹോദരന്മാരോടും ഉപദേശിക്കുന്നു. വിശുദ്ധ ഖുർആൻ വംശഹത്യയുടെ ടെക്സ്റ്റായിട്ട് പഠിപ്പിച്ചിട്ടുള്ള ബനൂ ഇസ്രായേൽ സമുദായത്തിൻ്റെ ഫിർഔൻ മൂസ കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. UN ചാർട്ടറിൽ റോഹിംഗ്യൻ വംശഹത്യ ഒരു ജനോസൈഡ് ടെക്സ്റ്റായി പ്രഖ്യാപിച്ചതുപോലെ ഭൂമുഖത്ത് ജീവിക്കുന്ന മുസ്ലിം സമുദായത്തിനും വൈജ്ഞാനിക മേഖലയിലെ അന്വേഷണത്തിന്റെ ഭാഗമായി ഖുർആൻ വായിക്കുന്ന സഹോദര സമുദായ അംഗങ്ങൾക്ക് മുമ്പിലും ജനോസൈഡിന്റെ ടെക്സ്റ്റായി അവതരിപ്പിക്കുന്ന പാഠഭാഗമാണ് ഫിറഔനിന്റെ കാലഘട്ടത്തിലെ മുസ്ലിം സമുദായമാകുന്ന ഇസ്രായേൽ സമുദായത്തിന്റെ ജീവിതവും മൂസ പ്രവാചകൻ അലൈഹിസ്സലാത്തു വസ്സലാമയിലൂടെ ആ സമുദായത്തിന്റെ വിമോചനവും ഉൾക്കൊള്ളുന്ന ഇതിവൃത്തം. സവിശേഷമായ ഒരുപാട് പാഠങ്ങൾ മുസ്ലിം സമുദായത്തിന് നൽകിക്കൊണ്ട് നിങ്ങൾ അനുഭവിക്കുന്ന വംശഹത്യയുടെ ദുരന്തത്തിൽ നിന്ന് അള്ളാഹുവിന്റെ പിന്തുണയോടെ നിങ്ങൾക്ക് മോചനം സാധ്യമാകും, ഈ വഴിയെ നിങ്ങൾ സ്വീകരിച്ചാൽ എന്ന് നമ്മളോട് പേർത്തും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഖുർആനിൽ വിശദമായ ചർച്ചയുള്ള ഈ പാഠഭാഗങ്ങൾ. നമ്മുടെ ഖുതുബ വിഷയത്തിൽ ഊന്നിയാണ് മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ നാം മനസ്സിലാക്കി, പ്രവാചകനല്ലാത്ത മൂസ അലൈഹിസ്സലാത്തു വസ്സലാമ കാഴ്ചവെച്ച ഒരു തിരിച്ചറിവ്, ഒരു മൂല്യബോധം, അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായ അവിചാരിതമായ ഒരു ഇടപെടലിൽ ഒരു സഹോദര സമുദായ അംഗം, ശത്രുപക്ഷത്തുള്ള ആൾ ആയിരിക്കെ തന്നെ കൊല ചെയ്യപ്പെട്ടപ്പോൾ അതുണ്ടാക്കിയ തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ മൂസയുടെ പശ്ചാത്താപം, ആ പശ്ചാത്താപം അല്ലാഹു സ്വീകരിച്ചതായ പ്രഖ്യാപനം, അതിനുശേഷം ഈ കലഹത്തിൽ ഏർപ്പെട്ട സ്വസമുദായക്കാരനായ മുസ്ലിം സമുദായത്തിലെ വ്യക്തിയോട് മൂസ നബിയുടെ ശക്തമായ പ്രഖ്യാപനമെല്ലാം ഒരു പാഠമായിട്ട് ഖുർആൻ പഠിപ്പിക്കുകയാണ്. സമുദായ സ്നേഹം എന്നാവുന്നത് പ്രകൃതിപരമാണ്. ഒരു മുസ്ലിമിന് സ്വന്തം സമുദായത്തോട് സ്നേഹം ഉണ്ടാവണം. പക്ഷേ സമുദായ സ്നേഹം ഒരിക്കലും തെറ്റായ രീതിയിൽ ആയിക്കൂടാ എന്ന പാഠഭാഗമാണ് വംശഹത്യയിൽ നിന്ന് വിമോചിതരാക്കപ്പെടുന്ന ഒരു സമൂഹത്തിന് നേതൃത്വം കൊടുക്കാൻ അള്ളാഹു നിയോഗിച്ച പ്രവാചകന്റെ നിലപാടുകളിൽ
ഒന്നാമതായിട്ട് ഖുർആൻ പഠിപ്പിക്കുന്നത്. അങ്ങനെ ഒരു പ്രത്യേകത ഈ സംഭവത്തിനുണ്ട്. അന്ന് മൂസ പ്രവാചകനല്ല എന്ന കാര്യം നമുക്കറിയാം. സമുദായ സ്നേഹം സമുദായ പക്ഷപാതിത്വമായി മാറുക, അങ്ങനെ അന്ധമായ സമുദായ സ്നേഹിയായി മാറുക, അപര സമൂഹത്തോട് വിരോധമുള്ളവരായി തീരുക, വിദ്വേഷത്തിന്റെ ഹെയ്റ്റിന്റെ ഒരു രീതി അതാണ്. ഇന്ത്യൻ അവസ്ഥയിലെ സംഘ് പരിവാരം മുസ്ലിം സമൂഹത്തെ അപരവൽക്കരിക്കുകയാണ്. അങ്ങനെ മുസ്ലിം സമൂഹത്തോട് വെറുപ്പുണ്ടാക്കാൻ സ്വസമുദായത്തെ പല രീതിയിൽ പഠിപ്പിക്കുകയാണ്. അതിൻ്റെ ഒരു കെമിസ്ട്രിയാണ്, രസതന്ത്രമാണ് ഇന്ത്യയിലെ രാഷ്ട്രീയ അവസ്ഥ എന്ന് നമുക്കറിയാം. അത്തരം ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് നാം ഈ പാഠഭാഗം പഠിക്കുന്നത്. എന്തിന് മൂസ പശ്ചാത്തപിച്ചു എന്ന ഒരു ചോദ്യം. മറുപക്ഷത്തുള്ള ഒരുത്തൻ കൊല ചെയ്യപ്പെട്ടപ്പോൾ അതിന് ഇത്ര വേദനിക്കേണ്ട കാര്യം എന്താ? ഒരുത്തൻ തീർന്നു കിട്ടിയതിൽ സന്തോഷിക്കല്ലേ വേണ്ടത് എന്ന വിചാരവും ഒക്കെ ഉണ്ടാകാവുന്ന ഒരു ചിന്തയിൽ നിന്നുകൊണ്ട് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു എന്തുകൊണ്ട് മൂസ പശ്ചാത്തപിച്ചു. മൂസയുടെ അറിവില്ലായ്മ കൊണ്ടായിരുന്നു അന്ന് അദ്ദേഹം പ്രവാചകനല്ലല്ലോ. അങ്ങനെ അറിവില്ലായ്മ കൊണ്ടാണെങ്കിൽ ആ പശ്ചാത്താപം സ്വീകരിച്ചു എന്നുള്ള എന്തിനു പറഞ്ഞു? രണ്ട് ചോദ്യം പണ്ഡിതന്മാർ നമ്മളിൽ വെക്കുന്നുണ്ട്. ഖാല റബ്ബി ഇന്നി ദലംതു നഫ്സി ഫഗ്ഫിർ. രണ്ടുപേർ തമ്മിൽ അടിപിടി കൂടുന്നു. ഒരുത്തൻ സമുദായക്കാരനാണ്. ഫിറൗന്റെ കൊട്ടാരത്തിൽ ജീവിക്കുന്ന മൂസ ഇസ്രായേൽ സമുദായക്കാരനായിരിക്കെ തന്നെ സ്വന്തം സമുദായത്തോട് ഈ കിരാത ഭീകര ഭരണകൂടവും ഭൂരിപക്ഷ സമുദായ വർഗീയവാദികളും കാണിച്ചുകൊണ്ടിരിക്കുന്ന അന്യായത്തെ കുറിച്ച് മൂസക്ക് നല്ല ബോധ്യമുണ്ട്. അപ്പോ ഇസ്രായേൽക്കാരനായ സ്വന്തം സമുദായക്കാരനും കിബിത്തിക്കാരനായ ഭൂരിപക്ഷ സമുദായ സംഘപരിവാരക്കാരനും എന്ന് നമുക്ക് മനസ്സിലാക്കുന്ന ഭാഷയിൽ അടിപിടി കൂടുന്നത് കാണുമ്പോൾ തന്നെ സഹായത്തിന് വിളിച്ചാൽ പോകാതിരിക്കാൻ ഒരു സമുദായ സ്നേഹിക്ക് പറ്റില്ല, നമുക്കും പറ്റില്ല. മൂസ സഹായിക്കാൻ ചെന്നു. പക്ഷെ മൂസാനിവിടെ ഇടപെടൽ ഇത്തിരി വൈകാരികമായി പോയി. മൂസ ഒന്നങ്ങ് കൊടുത്തു. നമ്മുടെ മലയാള ഭാഷയിൽ പറഞ്ഞാൽ അവന്റെ കാര്യം അതോടെ തീർന്നു. ഒറ്റയടിക്ക് അവൻ തീർന്നുപോയി. ഒറ്റയടിക്ക് ഒരു മനുഷ്യൻ തീർന്നു പോകുന്നു എങ്കിൽ ആ അടിയുടെ ആഘാതവും ശക്തിയും ഒക്കെ നമുക്ക് ഭാവനയിൽ കാണാം. നമ്മൾ പല റെസ്ലിംഗ് രംഗങ്ങളൊക്കെ കാണുന്ന ആളുകളാണല്ലോ. അപ്പൊ അത്രയും വൈകാരികമായ പ്രതികരണമാണ് ഉണ്ടായത്. പക്ഷെ ഇത് സംഭവിച്ചത് തെറ്റാണെന്ന് മൂസ നബിക്ക് ബോധ്യമായപ്പോൾ റബ്ബി ഇന്നി ദലംതു നഫ്സി ഫഗ്ഫിർ ലി, ഞാൻ എന്നോട് അന്യായം കാണിച്ചു അല്ലാഹുവേ, എനിക്ക് നീ പുറത്തു തരണമെന്ന്. അത് നാം പഠിക്കേണ്ടുന്ന ഒരു ഖുർആനിക ദുആയാണ്. റബ്ബി ഇന്നി ദലംതു നഫ്സി ഫഗ്ഫിർ ലി. സംഭവങ്ങളൊക്കെ പറയുമ്പോൾ ഖുർആനിൽ അതുമായി വന്ന് കുറെ ദുആകളുണ്ട്. ഈ വിഷയത്തിൽ 3 ദുആ സവിശേഷമായിട്ട് വരുന്നുണ്ട്. മൂസാ നബിയുടെ ദുആ ഖുർആൻ പഠിപ്പിച്ച ദുആയാണ്. പണം നേടുന്നതിന് വേണ്ടി ഏതൊക്കെയോ പണ്ഡിത വേഷങ്ങൾ ഉണ്ടാക്കുന്ന കൈത്തറി ദുആകളുടെ പുറകെ പോകാനാണ് നമുക്ക് താല്പര്യം. പലപ്പോഴും ഖുർആൻ പഠിപ്പിച്ചതും തിരുവചനത്തിൽ കൃത്യമായി വന്നതുമായ ദുആകൾ നമ്മിൽ പലർക്കും അറിയില്ല. ന്യായം സ്വന്തമായി പ്രാർത്ഥിക്കാൻ അറിയില്ല എന്നാണ്. അങ്ങനെ ഒരു ന്യായം ഉണ്ടാകാനും പാടില്ല. റബ്ബി ഇന്നി ദലംതു നഫ്സി ഫഗ്ഫിർ ലി നമുക്ക് പ്രാർത്ഥിക്കാവുന്ന ഒരു നല്ല പ്രാർത്ഥനയാണ്. പടച്ചവനെ, ഞാൻ എൻ്റെ അറിവില്ലായ്മ കൊണ്ട് എന്നോട് ഒരുപാട് അന്യായം പ്രവർത്തിച്ചിട്ടുണ്ട്, ഫഗ്ഫിർ ലി, എനിക്ക് പുറത്തു തരണേ എന്ന് മൂസ നബി പ്രാർത്ഥിച്ചു. ഈ ആള് തന്റെ അവിചാരിതമായ ഇടപെടൽ കൊണ്ട്, കൊല്ലാൻ ഉദ്ദേശിച്ചതല്ല, അങ്ങനെ മനഃപൂർവ്വമുള്ള ബോധപൂർവ്വമുള്ള കൊല ഉദ്ദേശിച്ചില്ല, ഒന്ന് കൊടുത്ത ആ പ്രശ്നം തീർത്തു വിടാനേ ഉദ്ദേശിച്ചുള്ളൂ. പക്ഷെ ഇവൻ ഇങ്ങനെ മരിച്ചു പോയല്ലോ, അതുകൊണ്ട് ഫഗ്ഫിർ ലി, എനിക്ക് നീ പുറത്തു തരണേ എന്ന് പ്രാർത്ഥിച്ചു. ഫഗ്ഫറ ലഹു, അല്ലാഹു പുറത്തു കൊടുത്തു. കാല, എന്നിട്ട് മൂസ നബി പിന്നെയും പറയാ, പ്രാർത്ഥിക്ക, റബ്ബന നബിയുമാ അൻഅംത അലയ്യ, അല്ലാഹുവേ, നീ എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തിട്ടുണ്ട്. മുസ്ലിമായി ജീവിക്കാൻ, നിന്റെ വഴിയിൽ സഞ്ചരിക്കാൻ എന്നെ നീ അനുഗ്രഹിച്ചിട്ടുണ്ട്. എന്നെ ഇങ്ങനെ കൊലക്കത്തിക്ക് ഇരയാക്കാതെ, ഫിറഔനിന്റെ കാബാലികരുടെ കൊലക്കത്തിക്ക് ഇരയാക്കാതെ കൊട്ടാരത്തിൽ വളർത്തിയതിനും അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ. അതുകൊണ്ട് പടച്ചവനെ, ഫലൻ അക്കൂന ദഹീറൻ ലിൽ മുജ്രിമീൻ, എനിക്ക് നീ നൽകിയ അനുഗ്രഹങ്ങൾ ഉപയോഗപ്പെടുത്തി ഒരു ക്രിമിനലിന് ഞാൻ ഒരിക്കലും സഹായിയാവില്ല കേട്ടോ. ഫലൻ അക്കൂന ദഹീറൻ, ഞാനായിട്ടൊരു സഹായിയായി നിൽക്കില്ല. ആർക്ക് സഹായിയായിട്ട്? ലിൽ മുജ്രിമീൻ, ക്രിമിനലുകൾക്ക്. ഇവിടെ ആരാ ക്രിമിനൽ? മൂസയുടെ സമുദായത്തിൽപ്പെട്ട ഈ വ്യക്തിയാണ് ക്രിമിനൽ. അതൊരു നിലപാടാണ്. മുസ്ലിം സമുദായത്തോട് നമുക്ക് സ്നേഹമുണ്ട്, ഉണ്ടാവണം. അത് വിശ്വാസത്തിന്റെ ഭാഗമാണ്.
പക്ഷെ ആ സ്നേഹത്തിന്റെ ഭാഗമായി സമുദായത്തിലെ ക്രിമിനലുകളെ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു മുസ്ലിമിന്റെ ബാധ്യതയല്ല. അവന് നിലപാടുണ്ടായിരിക്കണം. അങ്ങനെയാണ്, നിലപാടുള്ളവരായിരിക്കണം മുസ്ലിമീങ്ങൾ എന്നാണ് ആദ്യമായിട്ട് പഠിപ്പിക്കുന്ന പാഠം, പ്രവാചകനില്ലാത്ത മൂസയെ മുൻനിർത്തിയിട്ട്. അതുകൊണ്ടാണ് ഈ പ്രഖ്യാപനം ഖുർആൻ എടുത്തു പറഞ്ഞത് എന്ന് മുഫസ്സിരീങ്ങൾ പറയുന്നു. ഫലൻ അഖൂന ഹിയർലിൽ മുജ്രിമീൻ, ഞാൻ ഒരിക്കലും പടച്ചവനെ ക്രിമിനലുകൾക്ക് സഹായിയായി മാറില്ല എന്ന്. പിറ്റേ ദിവസം പുറത്തിറങ്ങിയപ്പോൾ ഇതേ കാഴ്ച വീണ്ടും ഇതേ സമുദായക്കാരൻ. അങ്ങനെ ചില ട്രബിൾ മേക്കേഴ്സ് ഉണ്ടാവും ഈ സമുദായത്തിനകത്ത്, കുഴപ്പം സൃഷ്ടിക്കുന്നത് തിരിച്ചറിയാൻ നമുക്ക് പറ്റണമെന്ന ആ പാഠമാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. സമുദായത്തിൽ തന്നെ കുഴപ്പത്തിനായി പണിയെടുക്കുന്ന ആളുകളുണ്ടാവും. അവരെ സപ്പോർട്ട് ചെയ്യേണ്ട ബാധ്യതയില്ലെന്ന് മാത്രമല്ല, അവരെ നിലക്ക് നിർത്താനും കൂടി സമുദായത്തിന് പറ്റണം. അതുകൊണ്ട് പിറ്റേ ദിവസം പുറത്തിറങ്ങിയപ്പോൾ മൂസ കാണുന്ന കാഴ്ച ഇതേ സമുദായക്കാരൻ വേറെ ഒരു കിബിത്തിയുമായി ചണ്ട കൂടി. അപ്പൊ മൂസക്ക് മനസ്സിലായി ഇവൻ ഒരു കുഴപ്പം സൃഷ്ടിക്കുന്ന കുഴപ്പക്കാരനാണ്. ഇവൻ ഇരയല്ല, ഇവൻ പ്രശ്നം സൃഷ്ടിക്കുന്ന. ഇരകളുണ്ടാകും നമ്മുടെ കൂട്ടത്തിൽ. മുസ്ലിം സമുദായക്കാരൻ അന്യായമായി ആക്രമിക്കുന്നവർ, പരിഹസിക്കുന്നവർ കണ്ടില്ലേ? റോട്ടിലൂടെ നടന്നു പോകുമ്പോൾ പിടിച്ചു നിർത്തിയിട്ട് ജയ് ശ്രീറാം വിളിക്കാൻ പറയുന്നവർ, പശുവിനെ വന്ദിക്കാൻ പറയുന്നവർ, കട നിർത്തിയിട്ട് പോകണം, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഇപ്പൊ സർവ്വസാധാരണമായി കൊണ്ടിരിക്കുക. അപ്പൊ അങ്ങനെ ഇരയായി മാറുന്ന മുസൽമാന്മാരോട് നമുക്ക് സ്നേഹമുണ്ട്, അവരുടെ കൂടെ നമ്മൾ ഉണ്ടാവണം. സാധ്യമാകും വിധം ഇടപെടേണ്ടി വരും, അതൊരു നിലപാടാണ്. പക്ഷെ ഇത് ഇരയല്ല, ഇവൻ കുഴപ്പക്കാരൻ. അതുകൊണ്ട് പിറ്റേ ദിവസം ഇതേ ഇസ്രായേൽക്കാരൻ ഈ പറയുന്ന കിബിത്തിയും വേറൊരു കിബിത്തിക്കാരനുമായി സംഘപരിവാരക്കാരനുമായി ഷണ്ട അടിക്കുന്ന കാഴ്ച കണ്ടു എന്ന് മാത്രമല്ല, മൂസയെ കണ്ട മാത്രമേ ഈ ചങ്ങാതി സഹായത്തിന് വിളിക്കുകയും. നമ്മൾ വിസ്തരിച്ച് പഠിക്കേണ്ട ഒരു പാഠഭാഗം. ആവർത്തനം ഒരു അലോസരമാകാതിരിക്കട്ടെ എന്ന് പറയുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ മൂസ അവിടെ വെച്ച് പറഞ്ഞ വർത്തമാനം ഇന്നകല ഗവിയ്യൻ മുബീൻ, നീ ഒരു കുഴപ്പക്കാരനാടാ എന്നാണ്. നമ്മുടെ സമുദായത്തിലെ കുഴപ്പക്കാരോട് നീ കുഴപ്പക്കാരനാണ് എന്ന് പറയാനും സമുദായത്തിന് പറ്റണം. നമ്മുടെ കൂട്ടത്തിലെ കുഴപ്പക്കാർ ഇങ്ങനെ വെറുതെ പോയി ഇഷ്യൂ ഉണ്ടായി, അങ്ങനെ മരുന്നിട്ട് കൊടുത്ത് വഴിയിട്ട് കൊടുത്ത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. അത് ബാർ ഹോട്ടലിലോ റോട്ടിലെ വിഷയത്തിലോ ഒക്കെ ആവാം. നിസ്സാര വിഷയത്തിൽ ഇടപെട്ട് പിന്നത് വർഗീയതയിലേക്ക് വംശീയതയിലേക്ക് ആക്കി കൂട്ടിക്കൊണ്ടുവരുന്ന പ്രവർത്തനം ചെയ്തവൻ കുഴപ്പക്കാരനെന്ന് അവനെ മുദ്രയടിക്കാനും മാറ്റി നിർത്താനും തിരിച്ചറിയാനും ഓരോ പ്രദേശത്തുള്ള മുസ്ലിം സമുദായത്തിന് ബാധ്യതയുണ്ട് എന്ന് കൂടി ഈ പാഠം ശരിക്ക് പഠിപ്പിക്കുന്നു എന്ന് മുഫസ്സിരീങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ചർച്ച. എന്തുകൊണ്ട് മൂസ ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചു? നീ കുഴപ്പക്കാരനാണെന്ന് പറഞ്ഞിട്ട് മൂസ നബി നേരെ ചെല്ലുന്നിട്ട്. അപ്പോ ഈ ചങ്ങാതി പേടിച്ചു പോയി. ആര്? ഈ സമുദായക്കാരൻ. ഇന്നലെ മറ്റവന് വന്ന് ഒരടി കൊടുത്ത് അങ്ങനെ തീർന്നു പോയ അതേ അവസ്ഥയിൽ മൂസയുടെ ഈ വരവിൽ എന്നെ കൈകാര്യം ചെയ്താൽ എന്റെ കഥ എന്തായിരിക്കും? നീ കുഴപ്പമുണ്ടാക്കിക്കുന്നവനാണെന്ന് പറഞ്ഞ് മൂസ നബി വന്നപ്പോ ഇവൻ പേടിച്ചിട്ട് ഇന്നലെ നീ ഒരുത്തനെ കൊന്നതുപോലെ എന്നെ കൊല്ലാൻ വരികയാണോ എന്ന് ഈ സമുദായക്കാരൻ പറയുന്നിടത്തുനിന്നാണ് ഇന്നലെ സംഘപരിവാരക്കാരൻ കൊല ചെയ്യപ്പെട്ടത് മൂസയുടെ കൈയിലൂടെയാണ് എന്ന് ഈ കിബിത്തിക്കാരൻ അറിയുന്നത്. ഇത് ഖുർആൻ പഠിക്കുന്ന ചരിത്രം. അങ്ങനെ ആ വാർത്ത പുറത്താവുകയാണ്. അപ്പൊ യഥാർത്ഥത്തിൽ എന്തുകൊണ്ട് മൂസ ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചു? അതിനു മുമ്പ് മൂസ പട്ടണത്തിൽ ഇറങ്ങിയ കഥ ഖുർആൻ പറയുന്നില്ല. അത്രയും കാലം കൊട്ടാരത്തിൽ ജീവിച്ചിരുന്ന മൂസ ടൗണിൽ ഇറങ്ങിയിട്ട് അങ്ങാടിയിൽ ഇറങ്ങിയിട്ട് ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ച ഈ ഒരു സംഭവം മാത്രമേ പറയുന്നുള്ളൂ. എന്നല്ല, മൂസ നബി പട്ടണത്തിലേക്ക് ഇറങ്ങിയ ആ ഇറക്കത്തെ കുറിച്ച് പറയുന്നിടത്ത് ഖുർആൻ പറയുന്നുണ്ട്, വളരെ ശ്രദ്ധിച്ചു, ആരുടെയും അധികം കണ്ണിൽപ്പെടാതെ ആളുകൾക്ക് അശ്രദ്ധമായിരിക്കുന്ന ഒരവസ്ഥയിൽ, ജനങ്ങളൊക്കെ വിശ്രമത്തിൽ മറ്റും ആകുന്ന അവസ്ഥയിൽ ഉച്ച സമയത്ത് പൊതുവെ അങ്ങാടി കാലിയായിരിക്കും. അങ്ങനെയാണല്ലോ സ്വഭാവം. അപ്പൊ അങ്ങനത്തെ ഒരു സമയത്ത് ഇറങ്ങുന്നത്, നല്ല തിരക്കുള്ള ജനസാന്ദ്രമായ സമയത്ത് പോലുമല്ല. അപ്പൊ അങ്ങനെ തെരുവിൽ ഇറങ്ങിയിട്ട് അങ്ങനെ നടക്കുന്ന ഒരു പരിചയമുള്ള കോലത്തിലല്ല മൂസ നബി ഉള്ളത്. പക്ഷെ വന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചപ്പോൾ ഇങ്ങനെ ഒരു നിലപാടെടുത്തു. അതുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിക പണ്ഡിതന്മാർ അതിനെ വായിക്കുന്ന ഒരു വായനയുണ്ട്. എന്തുകൊണ്ട് മൂസ നബി നിലപാട് സ്വീകരിച്ചു എന്ന് ചോദിച്ചാൽ, ഇസ്ലാമിക പക്ഷം എപ്പോഴും നീതിയുടെ ഭാഗത്തെ ഉണ്ടാകാവൂ എന്ന കാഴ്ചപ്പാട് ശക്തമായി ഊട്ടിയുറപ്പിക്കാൻ സംഭവത്തിലൂടെ എന്നാണ്. നീതി എന്താ? ഈ കിബിത്തിക്കാരൻ അവിടെ അങ്ങനെ വധിക്കപ്പെടാൻ പാടില്ലായിരുന്നു. മൂസയുടെ കയ്യാലാണ് വധിക്കപ്പെട്ടത്. അവനൊരു കുറ്റവാളിയാണെങ്കിൽ അവന് കുറ്റത്തിന് ശിക്ഷയാണ് കൊടുക്കേണ്ടത്. വധശിക്ഷ കിട്ടേണ്ട ഒരു കുഴപ്പം ഈ ഭൂരിപക്ഷ വർഗീയക്കാർ അവിടെ ഉണ്ടാക്കിയിട്ടില്ല. അവൻ മറുപക്ഷത്തുള്ള ആളാ, ശരിയാണ്. നമ്മോട് ശത്രുള്ള സമൂഹത്തിൽപ്പെട്ട ആളാണ്, ശരിയാണ്. സഹോദര സമുദായത്തിൽപ്പെട്ട നമ്മുടെ ശത്രുതയുള്ള വിഭാഗത്തിൽപ്പെട്ട സംഘ വിഭാഗത്തിൽപ്പെട്ടവൻ തന്നെയാണ്.
പക്ഷെ അവൻ ഇത് അർഹിക്കുന്നില്ല, അവൻ വധശിക്ഷ അർഹിക്കുന്നില്ല. ഈ പ്രശ്നത്തിൽ ഒരു കേവല ഷണ്ട കൂടുന്ന കാര്യത്തിൽ ഇവൻ കൊല ചെയ്യപ്പെടാൻ പാടില്ലായിരുന്നു. അത് അനീതിയാണ്. മറുപക്ഷത്ത് ഒരു വിഭാഗത്തോട് നിങ്ങൾക്ക് വെറുപ്പുണ്ടെങ്കിൽ പോലും അവരോട് നിങ്ങൾ അനീതി കാണിക്കാൻ പാടില്ല. ഖുർആൻ പഠിപ്പിക്കുക, ഒരു വിഭാഗത്തുള്ള വിദ്വേഷം, അവരോട് വെറുപ്പ് കാണിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കാതിരിക്കട്ടെ. അത് തഖ്വയല്ല. നിങ്ങൾ നീതിപൂർവ്വമായിട്ട് പെരുമാറാവും. എപ്പോഴും നീതിയുടെ പക്ഷത്തായിരിക്കണം നിങ്ങൾ ഉണ്ടാവണം. നിങ്ങൾ മർദ്ദിക്കപ്പെടുന്നവരാണ്. നിങ്ങൾ വംശഹത്യക്ക് വിധേയമായി കൊണ്ടിരിക്കാൻ, നിങ്ങളെ ഇല്ലാതാക്കാൻ ഭരണകൂടം സകല രീതിയിലും ഒളിഞ്ഞും തെളിഞ്ഞും പണിയെടുത്തുകൊണ്ടിരിക്കാൻ. ആ ഭരണകൂടത്തിനെ ഇങ്ങനെ നടപ്പാക്കാൻ ഭരണകൂടത്തിന് കുറേയേറെ വഴികളുണ്ട്. ഇവിടെ കുറേയേറെ സംഘടനകൾ പല പേരിൽ അതൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അതങ്ങ് ഇപ്പൊ ഡൽഹിയിൽ നോക്കിയാൽ മനസ്സിലാവും എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു സംവിധാനത്തിലാണെങ്കിൽ പോലും നിങ്ങൾ നീതിയുടെ പക്ഷത്തായിരിക്കണം. ആ വ്യക്തി അവിടെ കൊല ചെയ്യപ്പെടാൻ മാത്രം കുറ്റം ചെയ്തിട്ടില്ല. അങ്ങനെ ഇരിക്കെ മൂസയുടെ കയ്യാൽ കൊല ചെയ്യപ്പെട്ടു എങ്കിൽ അത് വലിയ പാപമാണ്, കുറ്റമാണ്. അത് ദുൽമാണ്, അക്രമമാണ്, കുറ്റമാണ്. അത് പശ്ചാത്തപിക്കേണ്ടുന്ന പൊറുക്കലിന് തന്നെ വലിയ പാപമാണ്. അതുകൊണ്ട് മറുഭാഗത്തിൽപ്പെട്ട ഒരുത്തൻ കൊല ചെയ്യപ്പെടുന്നു എന്നത് ഏതർത്ഥം ന്യായീകരിക്കപ്പെടാവുന്ന ഒന്നാണ് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നില്ല എന്ന് ഒരുപാട്. രണ്ടാമത് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു, വൈകാരികമായ പ്രതികരണങ്ങളെ ശ്രദ്ധിക്കണം. പിശാച് നിങ്ങളെ പിടികൂടി. ഇവിടെയും പിശാചിനെ മുമ്പിൽ നിർത്തിക്കൊണ്ട് സംസാരിക്കുന്നുണ്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. സൂറ ഖസസ് 15-ാം വചനത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഖാല മൂസാ നബി ഇങ്ങനെ പ്രതികരിച്ചു, ഹാദാ മിൻ അമലി ശൈത്വാൻ, ഇത് പിശാചിന്റെ പണിയാണ്. പടച്ചവനെ, പിശാചാണ് ഇത് ചെയ്യുന്നത്. പിശാച് അങ്ങനെയാണ് നിങ്ങളെ കുഴപ്പത്തിലാണ്. പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് പിശാചിന് ഏറെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. ഹാദാ മിൻ അമലി ശൈത്വാൻ ഇന്നഹു അദുവ്വുൻ മുദില്ലുൻ മുബീൻ, നിശ്ചയം പിശാച് അങ്ങേയറ്റം വഴിപിഴപ്പിക്കുന്നവനും ശത്രുവുമാണ്. വ്യക്തമായ ശത്രു. അതിന് പിശാചിന്റെ ഇടപെടലാണ്. വൈകാരികമായ പ്രതികരണങ്ങൾ നമുക്ക് പാടില്ല. വിവേകത്തോടെയുള്ള പ്രതികരണമായിരിക്കണം, വിചാരത്തിലുള്ള പ്രതികരണം. ഇന്നലെ ജന്തർ മന്ദൽ ഒരു ചങ്ങാതി ബൈറ്റ് കൊണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ട്, ചെറുപ്പക്കാരൻ മുസ്ലിം. അത് ഖിയാമത്ത് അടയാളമാണെന്ന് മഹ്ദി വരുന്നൊക്കെ അവിടെ പോയിട്ട് ബൈറ്റ് കൊടുക്കണം. അത് കൃത്യമായിട്ട് പിടിച്ചുകൊണ്ടിരിക്കാൻ സംഘപരിവാര ഗോദി മീഡിയ ഇങ്ങനെ വിവേകമില്ലാത്ത കുറെ സാധനങ്ങൾ ഇറങ്ങി നടക്കും. ഉദാഹരണം പറഞ്ഞതാ, മുമ്പത്തേക്ക് പോയാൽ വേറെ കുറെ ഉദാഹരണം കിട്ടും. മുസ്ലിം സമുദായത്തിനകത്ത് കുറെ ജനുസുകൾ, അന്തം കമ്മിയായ സാധനങ്ങൾ, വൈകാരികമായി എന്തിനേയും അങ്ങനെ വ്യാഖ്യാനിക്കുന്നവർ. എന്നിട്ട് മറ്റൊരു വർത്തമാനം പറയാം. അപ്പൊ അതെല്ലാം കൂടി ഹൈജാക്ക് ചെയ്തിരിക്കുന്നത് ഈ പറയുന്ന പാകിസ്ഥാൻവാദികളും ജിഹാദികളും ഒക്കെയാണെന്ന് പറയാൻ അവസരം ഉണ്ടാക്കി കൊടുക്കുന്ന രീതിയിൽ ഈ സമുദായത്തിനത് വിവേകമില്ലാതെ കുറെ എണ്ണത്തെ പെറ്റുകൂട്ടിയിരിക്കുന്ന മാതാപിതാക്കൾ എന്ന് നമ്മൾ ഇത്തിരി ദേഷ്യത്തോടെ പറയേണ്ടി വരും. നേരെ ചുവ വളർത്തണം. അതാ ഈ സംഭവം ഇങ്ങനെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇത് പിശാചിന്റെ പ്രതികരണമാണ്. പിശാച് അങ്ങനെയാണ്. അവൻ വൈകാരികമായി നമ്മെ പ്രതികരിപ്പിക്കും. നമ്മൾ അങ്ങനെ വൈകാരികമാകാൻ പാടില്ല. വൈചാരികമായിരിക്കണം, വിവേകത്തോടെ ആയിരിക്കണം. വികാരം നമ്മളെ കീഴ്പ്പെടുത്താൻ പാടില്ല, വിചാരം നമ്മെ നിയന്ത്രിക്കണം. ഇത്തരം ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ജീവിക്കുന്ന ഒരു സമുദായത്തെ മുൻനിർത്തി ഖുർആൻ പഠിപ്പിക്കുന്ന പാഠം. അവിടെ അടികൊണ്ട് ദിനേന കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുക മുസ്ലിം സമുദായത്തിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ അപ്പോഴും കൊല ചെയ്യപ്പെടുകയാണ്, നിറവിൽപ്പെട്ട ആൾക്കാർ. പക്ഷെ അപ്പോഴും ഈ പാഠം പഠിപ്പിക്കാൻ ഖുർആൻ മറന്നില്ല. കാരണം ഈ പാഠം പഠിച്ചെങ്കിലേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. തോന്നിയ പോലെയൊക്കെ ഓരോരുത്തരും പ്രതികരിക്കാൻ പാടില്ല, സംഘടനകൾ പാടില്ല, സമുദായത്തിലെ ഉൾപ്പിരിവുകൾ പാടില്ല, ഓരോരുത്തരും നിങ്ങളുടെ താല്പര്യങ്ങളുടെ പിറകെ പോകാൻ പാടില്ല. നിങ്ങളൊരു സമുദായമാണ്. നിങ്ങളുടെ വിമോചനം നിങ്ങൾ ലക്ഷ്യമായിരിക്കണം. നിങ്ങൾ ജനിച്ച മണ്ണിൽ കാലുറപ്പിച്ച് ഇസ്സത്തോടെ ജീവിക്കണം. നിങ്ങളിൽപ്പെട്ട എല്ലാവരും നിങ്ങളുടേതാണ്. നിങ്ങൾ ഒറ്റ ജനതയാണ്, ഒരു സമുദായമാണ്. നിങ്ങളുടെ പ്രവാചകനും വേദവും ഒന്നാണ്. അങ്ങനെയെങ്കിൽ നിങ്ങൾ ആ വിചാരത്തിൽ തന്നെ മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങൾ ഒരിക്കലും പൈശാചികമായ ഇടപെടലുകൾക്ക് വിധേയപ്പെടാൻ പാടില്ല എന്ന കൃത്യമായ തിരിച്ചറിവ്. വർഗീയമായ, വംശീയമായ പക്ഷപാതിത്വവും അന്ധമായ അത്തരം പ്രതികരണങ്ങളും കോപവും വൈകാരികതയും ഒക്കെ പൈശാചികമാണെന്ന് തിരിച്ചറിവ് കൃത്യമായിട്ട് നൽകുന്ന ഈ സംഭവം. മൂന്നാമതായി മുസ്ലിങ്ങൾ പറയുന്നത്, കുറ്റവാളികൾക്ക് സഹായികളായി മാറാൻ പാടില്ല ഒരു മുസ്ലിമും. മുസ്ലിം സമുദായത്തിൽപ്പെട്ട കുറ്റവാളികളുടെ കൂടെ നിന്നുകൊണ്ട് അവർക്ക് വേണ്ടി ശബ്ദിക്കുന്ന പരിപാടി പാടില്ല. ഒരിക്കലും കുറ്റവാളികൾ സഹായിയാവില്ല എന്ന പ്രതിജ്ഞ എന്നോണം ഫലൻ അക്കൂന ലഹീറൽ മുജ്രിമീൻ, പടച്ചവനെ ഒരിക്കലും ഞാൻ കുറ്റവാളികൾക്ക് സഹായിയായി ഇനി നിലപാടെടുക്കില്ല കേട്ടോ
എന്ന് അവിടെ വെച്ച് പറയുന്നുണ്ട് എങ്കിൽ അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കാൻ എനിക്കും നിങ്ങൾക്കും ബാധ്യതയുണ്ട്. നീതിപൂർവമായ, ധർമ്മത്തിൻ്റെതായ, ആദർശത്തിൻ്റെതായ, സത്യത്തിൻ്റെതായ തെളിഞ്ഞ നിലപാടിന്റെ അടിസ്ഥാനത്തിൽ തുടരാൻ നമുക്ക് പറ്റണം. നാലാമതായി മുഫസ്സിരീങ്ങൾ പഠിപ്പിക്കുന്ന പാഠം, ഇതൊരു പ്രവാചകനാണ്. പ്രവാചകനായിട്ടില്ല ഇപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. പക്ഷെ പ്രവാചകന്റെ ഘട്ടത്തിലേക്ക്, നുബുവത്തിലേക്ക് അള്ളാഹ് വളർത്തിക്കൊണ്ടുവരികയാണ്. അതുകൊണ്ട് അത്തരം അവസ്ഥയിൽ ഈ വ്യക്തികൾക്ക് നല്ല നിലപാടുണ്ടാവും. തിരുനബി 40 വയസ്സ് വരെ സ്വീകരിച്ച നിലപാട് ഇസ്ലാമിന്റെ നിലപാടായതുപോലെ അന്ന് അദ്ദേഹം പ്രവാചകനായിരുന്നില്ല. 40 വയസ്സിൽ ആ മൂസാ നബിയും പ്രവാചകനാകുന്ന ചരിത്രം പറയുന്നുണ്ട്. അപ്പൊ ആ ഘട്ടത്തിലെത്തിയ ഈ മൂസാ നബിയുടെ ഇടപെടൽ ഒരു പ്രവാചക നിലപാടാണ്. പ്രവാചക നിലപാട് സ്വീകരിക്കേണ്ടവരാണ് മുസ്ലിമീങ്ങൾ. കേവല സാമുദായിക സംവിധാന നിലപാടിലേക്കല്ല, ആദർശപരമായ അടിത്തറ കൊണ്ടായിരിക്കണം ഏത് വിഷയത്തെയും നോക്കിക്കാണുന്നത്. കേവലം ട്രൈബലിസം, സാമുദായികത, വംശീയത, വർഗീയത, വിഭാഗീയത, കുടുംബപരമായ പക്ഷപാതിത്വം, പാർട്ടിപരമായ പക്ഷപാതിത്വം, സംഘടനാപരമായ പക്ഷപാതിത്വം, മതപരമായ പക്ഷപാതിത്വം, അത്തരം പക്ഷപാതിത്വത്തിന് അതീതമായി നിൽക്കാൻ കഴിയണം മുസ്ലിമിന്. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് തമ്പുരാന്റെ പിന്തുണ ഉണ്ടാവില്ല. അതാണ് പഠിപ്പിക്കുന്ന പാഠം. നിങ്ങൾക്ക് വിജയിക്കണം, നിങ്ങൾ അനുഭവിക്കുന്ന ഈ പ്രതിസന്ധിയെ മറികടക്കണം, നിങ്ങൾ ജനിച്ച മണ്ണിൽ നിന്ന് കാലുറപ്പിച്ച് ജീവിക്കണം എങ്കിൽ നിങ്ങൾ ഈ ഖുർആനികമായ നിലപാട് സ്വീകരിക്കണം. അതുകൊണ്ടാണ് ഈ നിലപാട് കൃത്യമായിട്ട് ഇസ്ലാം വരച്ചു കാണിച്ചത് എന്ന് ഈ 4 പാഠങ്ങൾ ഈ സംഭവത്തെ മുൻനിർത്തിയ മുഫസ്സിരീങ്ങൾ നമ്മൾ ഉപയോഗിക്കുകയാണ്. വീണ്ടും അവർ പറയുന്നുണ്ട്, അനാവശ്യമായി പ്രശ്നം ഉണ്ടാക്കുന്ന ആളുകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അത്തരം ആളുകളുടെ കൂടെ നിൽക്കാൻ, ട്രബിൾ മേക്കേഴ്സിന്റെ കൂടെ നിൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. നേരത്തെ വിശദീകരിച്ചു, നമുക്കത് ബോധ്യമായി. സമുദായത്തിന് അത് കുഴപ്പം സൃഷ്ടിക്കുന്ന ആളുകളുടെ കൂടെ നിൽക്കാൻ പാടില്ല. അന്ധമായ വംശീയതയുള്ള പക്ഷപാത നിലപാട് സ്വീകരിക്കാൻ പാടില്ല. മൂന്നാമതായി, സ്വന്തം തെറ്റിൽ പശ്ചാത്തലിക്കുന്ന മനസ്സോടുകൂടി നന്മ ചെയ്യാൻ കഴിയുന്ന ആളുകളായി നമ്മൾ മാറണം. മൂസാ നബി തന്റെ തെറ്റ് തിരിച്ചറിയും, അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടി, പടച്ചവനെ തെറ്റാണ് എന്ന് പറഞ്ഞു, എന്നിട്ട് തിരുത്തി പശ്ചാത്തപിച്ചു. അങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയണം. അത്തരം അവസ്ഥയിൽ മുന്നോട്ട് പോകാൻ കഴിയുമ്പോൾ മാത്രമേ തമ്പുരാന്റെ പിന്തുണ ഉണ്ടാവുന്നതാണ്. ഇന്ത്യൻ അവസ്ഥയിലെ മുസൽമാന്റെ മുമ്പിൽ മൂസയുടെ വടിയില്ല. ഇപ്പോൾ മൂസയെ പോലെ പ്രവാചകനുമില്ല. എല്ലാവരും ചേർത്ത് പിടിച്ച് നയിക്കുന്ന നായകന്മാരും നേതാക്കന്മാരും ഉലമാക്കളും ഉമറാക്കളുമില്ല. കണ്ടം തുണ്ടങ്ങളായ കുറെ സാധനങ്ങളാണ് ഉള്ളത്. അതുകൊണ്ട് നമ്മുടെ അവസ്ഥ ഏറെ സങ്കീർണമാണ്. എന്നാൽ മറുഭാഗത്ത് അഭിനവ ഫറോവമാരുടെ സംവിധാനം വളരെ കൃത്യമായിട്ട് എല്ലാ ശക്തിയോടും നിലകൊള്ളും. ഭരണകൂടത്തിന്റെ മുഴുവൻ സംവിധാനങ്ങളുടെ കയ്യിലാണ്. ഏതോ ഒരു ജസ്റ്റിസ് പാറ്റകൾ എന്ന് പറഞ്ഞപ്പോ ചെറുപ്പക്കാർ ഇറങ്ങിയിട്ട് രംഗത്ത് വന്നു. അവരിപ്പോ ക്രൂരമായി മർദ്ദിക്കപ്പെടുന്നു. അത് നോക്കാൻ സമയമില്ലെന്ന് ഇതേ ജസ്റ്റിസുമാര് പറയാം. ഞങ്ങൾക്ക് വേറെ പണിയുണ്ടെന്ന് കോടതി പറയാം. ഇതൊക്കെയാണ് നാടിന്റെ അവസ്ഥ എന്ന് മനസ്സിലാക്കണം. ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു നാട്ടിൽ ജീവിക്കുന്ന അറിവുണ്ടാവണം. അവസാന ആശയമാകുന്ന കോടതി പോലും ചിലപ്പോൾ നിങ്ങളെ മാറ്റി നിർത്തിയേക്കാം. എത്രയോ ഉദാഹരണങ്ങളുണ്ട്. ഇതൊരു നാടിന്റെ സങ്കീർണതയുടെ ഏറ്റവും അവസാനത്തെ എന്ന് പറയാവുന്ന തെളിവാണ്. എങ്കിൽ അത്തരം ഒരവസ്ഥയിൽ ജീവിക്കുന്ന ഒരു മുസ്ലിം സമുദായക്കാരൻ പഠിക്കേണ്ട പാഠമാണ് ഖുർആനിൽ പഠിപ്പിക്കുന്നത്. ഇത് വെറുതെ ഖുർആൻ കഥ പറയുകയല്ല. അതുകൊണ്ട് അത്തരം എല്ലാ പക്ഷപാതത്തിലും മാറി നിന്ന് ആദർശത്തിന്റെ അടിസ്ഥാനത്തിൽ തെളിഞ്ഞ ധാർമ്മിക നിലപാട് സ്വീകരിക്കാൻ കഴിയണം. ഹ്യൂമൻ വാല്യൂസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സംഗതിയാണ്. ഹ്യൂമൻ വാല്യൂസ്, മാനുഷികമായ മൂല്യങ്ങൾ. അതുകൊണ്ട് തന്റെ എതിരാളിയാണെങ്കിലും അന്യായമായി കൊല ചെയ്യപ്പെടാൻ പാടില്ല. അന്യായ അഭിമാനം ക്ഷതപ്പെടുത്തപ്പെടാൻ പാടില്ല. അവിടെ ഏതോ ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരുത്തിയെ ഒരാൾ ബലാത്സംഗം ചെയ്തെങ്കിൽ തന്റെ അയൽപ്പക്കത്തെ ആ സമുദായത്തിൽപ്പെട്ട പെണ്ണിനെ ബലാത്സംഗം ചെയ്യുന്നത് പ്രതികാരമല്ല. അവിടെ ഏതോ ഒരുത്തനെ കൊല ചെയ്യപ്പെട്ടെങ്കിൽ ഇവിടത്തെ ഒരുത്തനെ കൊന്ന് പ്രതികാരം ചെയ്യുന്നത് പ്രതികാരമല്ല. ഇത് പഠിപ്പിക്കാൻ ഇസ്ലാം. അപ്പൊ സാമുദായികമായ സ്നേഹത്തിനും ഇസ്ലാമികമായ മാനങ്ങൾ ഉണ്ടാവണം. നിങ്ങൾ നീതിപൂർവം പെരുമാറണം. നിങ്ങളുടെ അയൽപ്പക്കത്ത് ജീവിക്കുന്നവർ നിങ്ങളെ വിശ്വസിക്കുന്നവരാ. അവർ നിങ്ങളോട് ദ്രോഹം കാണിക്കാത്ത കാലത്തോളം അവരോട് മാന്യമായി പെരുമാറാൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ട് എന്ന് പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം. അത്രത്തോളം കൃത്യമായ നിലപാടിൽ മുന്നോട്ട് പോകണം. കേവല സാമുദായിക വികാരത്തിന്റെ അടിമകളായി മാറിയിട്ട് അത് മുഖേന കുഴപ്പം സൃഷ്ടിക്കുന്ന പ്രവർത്തനങ്ങൾ പാടില്ല എന്ന പാഠഭാഗമാണ് മുസ്ലിം സമുദായം സ്വീകരിക്കേണ്ട ആദ്യത്തെ സ്ട്രാറ്റജിയായിട്ട് വിമോചനം ആഗ്രഹിക്കുന്ന ഒരു സമുദായത്തെ ഇസ്ലാം പഠിപ്പിച്ചത്. റസൂലുള്ളാഹി ഇതുമായി ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചിരിക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. കടുത്ത പക്ഷപാതിത്വം, സാമുദായികമായ പക്ഷപാതിത്വം, പാർട്ടി പക്ഷപാതിത്വം, സംഘടനാ പക്ഷപാതിത്വം,
കുടുംബപരമായ ജാഹിലിയത്ത്, കുടുംബപരമായ പക്ഷപാതിത്വം, ഇത്തരം പക്ഷപാതിത്വങ്ങളിലൂടെ മുന്നോട്ട് പോകുന്ന അന്ധത ബാധിച്ച ആളുകളെ കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞ വർത്തമാനം ഹലക്കൽ മുതനത്തിയോൾ, പക്ഷപാതികൾ നശിച്ചു പോകട്ടെ എന്നാണ്. ഇതൊരു ശാപവാക്ക് പോലത്തെ പ്രയോഗം. റസൂലുള്ളാഹി ശപിച്ചു എന്ന് പറയാൻ അഊദുബില്ലാ, നമുക്ക് ധൈര്യമില്ല. അങ്ങനെ ശപിച്ചു എന്നാണ് പറയാൻ പേടിയാ. പക്ഷെ ഇതൊരു ശാപ. ഹലക്കൽ മുതനത്തിൽ 3 തവണയാണ് പറഞ്ഞത്. സഹീഹ് മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. പക്ഷപാതികൾ, അന്ധമായ പക്ഷപാതിത്വങ്ങൾ. പാർട്ടി പറഞ്ഞാൽ പാർട്ടിയാണ് ശരി, അനീതി പറഞ്ഞാലും പാർട്ടിക്ക് വേണ്ടി, സംഘടനയ്ക്ക് വേണ്ടി. അങ്ങനെ വാക്കും വാഗ്വാദവും ഗോഗോവിളിയും വെട്ടും കുത്തും ഒക്കെയായി നടക്കുന്ന മുസൽമാന്മാർ, നിസ്കാര തഴമ്പുകാർ നശിച്ചിരിക്കുന്നു. നശിച്ചു പോകട്ടെ എന്ന് പറയാൻ തീരട്ടെ. അവരുടെ നമസ്കാര തഴമ്പിന് അത്ര വലിയ വിലയൊന്നുണ്ടാവില്ല അവിടെ എന്ന് കൃത്യമായിട്ട് ഈ ഭാഗം വായിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. അസബിയ എന്ന ഉപയോഗമുണ്ട് അറബി ഭാഷയിൽ. പക്ഷപാതിത്വം, വംശപക്ഷപാതിത്വം, പാർട്ടി പക്ഷപാതിത്വം, കുടുംബം. എൻ്റെ കുടുംബക്കാരനാണെങ്കിൽ ഞാൻ അവൻ്റെ കൂടെയാണ്, എൻ്റെ പാർട്ടി പറഞ്ഞാൽ അവിടെയാണ്, എൻ്റെ സംഘടനയാണ് ശരി എന്നൊക്കെ വിചാരിച്ച് നടക്കുന്ന മനുഷ്യന് അന്തം കെട്ടവരാണ്. നിങ്ങൾ അടിമകളായിട്ട് മാറരുത്, നിങ്ങൾ നിങ്ങളുടെ വിവേകത്തിന്റെ ബലത്തിൽ ഉടമകളായിട്ട് നിൽക്കണം എന്ന് പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം, ഏത് സംവിധാനത്തിലായിരുന്നാലും. അതുകൊണ്ട് പക്ഷപാതിത്വവുമായി ബന്ധപ്പെട്ട അസബിയ, ട്രൈബലിസം, എൻ്റെ ഗോത്രം, എൻ്റെ പാർട്ടി, എൻ്റെ കുടുംബം, എൻ്റെ സമുദായം, എൻ്റെ സംഘടന, ഇങ്ങനെയുള്ള ഈ അവസ്ഥയിൽ നീതിപൂർവ്വം പെരുമാറാൻ കഴിയാത്ത നിങ്ങൾ അന്ധന്മാരാകുന്നു എങ്കിൽ തിരുനബി നിങ്ങളെ ഒരിക്കലും അംഗീകരിക്കില്ല. ഇസ്ലാം നിങ്ങളെ ഒരിക്കലും അംഗീകരിക്കില്ല. അന്ധമായ പക്ഷപാതത്തിലേക്ക് ക്ഷണിക്കുക, അതിനുവേണ്ടി വാദിക്കുക, അതിനുവേണ്ടി ഇടപെടുക, അതിനുവേണ്ടി അടിപിടിക്കുക, അതിൻ്റെ പേര് കൊല ചെയ്യപ്പെടുക. അവർ മുസ്ലിം അല്ല എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. റസൂലുള്ളാഹി പറഞ്ഞു, ഇമാം അബൂദാവൂദ് വെച്ച ഹദീസാണ്, ലൈസ മിന്നാ മൻ ദഅ ഇലാ അസബിയ്യ, പക്ഷപാതിത്വത്തിലേക്ക്, പാർട്ടി, ഗോത്ര, കുടുംബ, സമുദായ, സംഘടന, മദ്ഹബ്, പക്ഷപാതിത്വത്തിലേക്ക് ക്ഷണിക്കുന്നവർ ആരായിരുന്നാലും ലൈസ മിന്നാ മൻ ദഅ ഇലാ അസബിയ്യ, പക്ഷപാതത്തിലേക്ക് ക്ഷണിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല. വലൈസ മിന്നാ മൻ ഖാതല അലാ അസബിയ്യ, പക്ഷപാതത്തിന്റെ പേരിൽ ചണ്ട കൂടുന്നവൻ, കാത്തല വെട്ടും കുത്തും ചെയ്യുന്നവൻ, അടിപിടി കൂടുന്നവൻ, യുദ്ധം ചെയ്യുന്നവൻ, അവനും നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവനല്ല. വലൈസ മിന്നാ മൻ മാത അലാ അസബിയ്യ, അത്തരം പക്ഷപാതികൾ മരിച്ചവൻ നമ്മിൽപ്പെട്ടവനല്ല, മുസ്ലിം അല്ലാന്നാ. മുസ്ലിം അല്ല എന്നെങ്കിൽ അവന്റെ ദിക്റിന്റെയും ദുആന്റെയും റക്അത്തിന്റെയും എണ്ണത്തിന് വല്ല ബലമുണ്ടോ? മുസ്ലിം അല്ല എന്നായി പറയുന്നത്. മുസ്ലിം അല്ല എന്ന് റസൂലുള്ളാഹി പറഞ്ഞാൽ മുസ്ലിം ആണെന്ന് ഞാനും നിങ്ങൾ വാദിക്കാം. അതുകൊണ്ട് സകല പക്ഷപാതിത്വവും പറിച്ചു കളയാൻ പറ്റണം. എങ്കിൽ നിങ്ങൾ വിശുദ്ധരാകും ആദർശത്തിന്റെ അടിത്തറയിൽ. എങ്കിൽ തമ്പുരാൻ കൂടെ ഉണ്ടാകും, എങ്കിൽ നിങ്ങൾ സഹായിക്കപ്പെടും, എങ്കിൽ നിങ്ങൾ വിമോചിതരാകും. നിങ്ങളുടെ ശത്രുവിൽ നിങ്ങളെ കാത്തുരക്ഷിക്കാൻ അല്ലാഹു നിങ്ങളുടെ കൂടെ ഒന്നാമതായിട്ടുണ്ടാകും എന്ന് വീണ്ടും ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. തിരുവടി ചോദിക്കാൻ സഹാബത്ത്, സമുദായത്തോട് സ്നേഹമുണ്ടാവുക എന്നത് പക്ഷപാതിത്വമാകുമോ റസൂലേ? മുസ്ലിം സമുദായത്തോട് എനിക്കും നിങ്ങൾക്കും നല്ല സ്നേഹമുണ്ട്, വൈകാരികമായ സ്നേഹം ഉണ്ടാവണം, പക്ഷെ അത് പൈശാചികമായി പോകാൻ പാടില്ല എന്നേ ഉള്ളൂ. അപ്പൊ തിരുവടി ചോദിച്ച റസൂലെ, ഒരാൾ സ്വന്തം ജനതയെ സ്നേഹിക്കുന്നത് പക്ഷപാതിത്വപ്പെട്ട, തന്റെ കുടുംബത്തെ സ്നേഹിക്കുക, തന്റെ കുടുംബക്കാരായ ആളുകൾ കുടുംബസംഗമം നടക്കുന്നു, നമ്മളെ കൊന്ന, അത് സ്നേഹമൊക്കെ കൊള്ളാം, അതതിലപ്പുറത്തേക്കാവരുത്. നമ്മൾ ഇന്ന സംഘടനക്കാരാ, അപ്പൊ സംഘടനക്കാർ നമ്മൾ സ്നേഹം ആവാം, നമ്മൾ ഇന്ന പാർട്ടിക്കാരാ, പക്ഷെ അതിനൊക്കെ ഒരു പരിധി വെച്ച മതമാണ് ഇസ്ലാം. അതുകൊണ്ട് സ്വന്തം സമുദായത്തെ, ജനതയെ ഒരാൾ സ്നേഹിക്കുന്നത് പക്ഷപാതത്തിൽപ്പെട്ടതാണോ? റസൂലിനോട് ചോദ്യം. സഅൽതു റസൂലല്ലാഹ്, യാ റസൂലല്ലാഹ്, അമിനൽ അസബിയ്യത്തി അൻ യുഹിബ്ബ റജുലു ഖൗമ, സ്വന്തം ആളുകളെ ഒരാൾ സ്നേഹിക്കുന്ന പക്ഷപാതിത്വമാകുമോ? റസൂൽ പറഞ്ഞില്ല, അങ്ങനെ സ്നേഹിക്കുന്ന പക്ഷപാതിത്വമല്ല, അസ്നേഹമൊക്കെ ആവാം. പക്ഷേ വലാകിൻ അസബിയ്യത്തി, എന്നാൽ പക്ഷപാതിത്വം എന്ന് പറഞ്ഞാൽ അൻ യുഈന റജുലു ഖൗമഹു അലൽ ദുൽം, അന്യായത്തിന്റെ അനീതിയുടെ മാർഗത്തിൽ സ്വന്തം ആളുകളെ സഹായിക്കൽ പക്ഷപാതിത്വമാണ്. ഇപ്പൊ നിങ്ങളുടെ കുടുംബക്കാരെ പെട്ടൊരുത്തൻ അക്രമം ചെയ്തു, അവൻ നമ്മുടെ കുടുംബക്കാരൻ, അവന്റെ പിന്നാലെ നിൽക്കല് അന്യായമാണ്. നിങ്ങളുടെ പാർട്ടിക്കാരുടെ നിലപാട് തെറ്റാണ്. ഇസ്ലാമോഫോബിയ വളർത്തിക്കൊണ്ടിരിക്കുക, പാർട്ടി ഒളിഞ്ഞും തെളിഞ്ഞും. ഇവിടെ സംഘപരിവാരത്തിന് നല്ല വഴി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് പാർട്ടി. അപ്പോഴും ഞമ്മന്റെ പാർട്ടിയുടെ ആളായിട്ട് മുദ്രാവാക്യം വെച്ച് നടക്കുന്ന ഒരു നിസ്കാരക്കാരൻ്റെ പറ്റില്ല എന്നാ പറഞ്ഞത്. നേരും മലയാളം പറയാവുന്ന ഭാഷയിൽ അത്രയ്ക്ക് മുമ്പെന്ന് പറയാൻ പറ്റും. സമാനമായ ഒരുപാട് ഉദാഹരണങ്ങൾ കാണാം. അപ്പൊ അത് ഒരു മുസ്ലിമിന് പറ്റില്ല. അപ്പൊ പാർട്ടി ആയതുകൊണ്ട് പാർട്ടിക്ക് വേണ്ടിയാവുക, സംഘടനയ്ക്ക് വേണ്ടിയാവുക എന്ന നിലപാട് ഇസ്ലാമികമായി ശരിയല്ല. അതുകൊണ്ട് അനീതിയിൽ, അക്രമത്തിൽ ഒരാൾ തന്റെ പക്ഷത്തെ സഹായിക്കുന്നത് പക്ഷപാതിത്വമാണ്
എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, അങ്ങനെ ഒരാൾ മരിച്ചാൽ അത് ഇസ്ലാമിക മരണമല്ല കേട്ടോ, അവന്റെ മരണം മീത്തത്തുൽ ജാഹിലിയ്യ, അനിസ്ലാമിക മരണമാണ്. ഈ പക്ഷപാതം കൊണ്ട് നടക്കുന്നവന് മുസ്ലിമായിട്ട് മരിക്കാൻ പറ്റില്ല. അവന് ഹിന്ദുവോ ക്രിസ്ത്യാനിയോ ജൂതനോ നിരീശ്വരവാദിയായിട്ട് മരിച്ചോട്ടെ എന്നതിന്റെ നേർമലയാളം. അത്ര കൃത്യമായ നിലപാട്. റസൂലുള്ളാഹി പറഞ്ഞ വർത്തമാനം ഇങ്ങനെയാണ്, മൻ ഖാതല തഹ്ത റായത്തിൻ അമിയ്യ. ഇത്തരം അന്ധമായ പക്ഷപാതത്തിന്റെ കൊടിക്കൂറത്തിൽ അണിനിറഞ്ഞ ഒരാൾ അങ്ങനെ മുന്നോട്ട് പോയിട്ട് അവസാനം ഫഖുതില, അവൻ കൊല ചെയ്യപ്പെട്ടാൽ, അവൻ വധിക്കപ്പെട്ടാൽ, അവൻ മരിച്ചാൽ ഫഖിത്തലത്തുൻ ജാഹിലിയ്യ, അവന്റെ മരണം അനിസ്ലാമിക മരണമാണ്. മുസ്ലിമായിട്ട് മരിക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ നമുക്ക് നിലപാടുകൾ ഉണ്ടാവണം, തെളിഞ്ഞ ആദർശ നിലപാട്, സമുദായ സ്നേഹം നമുക്കുണ്ടാവണം. പക്ഷെ സമുദായ സ്നേഹം ഒരിക്കലും വൈകാരികമായി പൈശാചികമായി നമ്മെ അന്യായം ചെയ്യാൻ പ്രേരിപ്പിക്കാൻ പാടില്ല. വിചാരത്തിന് വിധേയമായി അവസ്ഥകളെ അറിഞ്ഞ് സാഹചര്യങ്ങളെ മനസ്സിലാക്കി നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവരെ ഇസ്ലാമിക ബോധവൽക്കരണത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടെ നിർത്തി അപ്പുറത്ത് നിൽക്കുന്ന മനുഷ്യ അന്യായങ്ങളെ ഇടപെടേണ്ട രീതിയിൽ ഇടപെട്ടുകൊണ്ട് നേരെ ചൊവ്വേ മുന്നോട്ട് പോകാൻ പറ്റുന്ന വഴികൾ സ്വീകരിച്ച് മുന്നോട്ട് പോവുകയും നേരെ ചൊവ്വേ പോകാൻ പറ്റാത്തിടത്ത് വേണ്ട വഴി സ്വീകരിക്കുന്ന രീതിയിലേക്ക് വളരാൻ മാത്രം കെൽപ്പും കരുത്തും വൈജ്ഞാനികമായ മികവും കാര്യത്തിന്റെ ഉറപ്പും വിശ്വാസികൾക്കുണ്ടാവണം. ഈ പാഠം പഠിപ്പിച്ചതിന് ശേഷം ബാക്കി എല്ലാ പാഠവും ഇസ്ലാം പഠിപ്പിച്ചു. ജനോസൈഡിന് വിധേയമാകുന്ന ഒരു സമുദായത്തെ ശത്രുവിനെ രക്ഷിക്കാൻ വേണ്ടി അള്ളാഹ് നിയോഗിച്ചയച്ച ഒരു പ്രവാചകനെ അതേ ശത്രുവിന്റെ കൊട്ടാരത്തിൽ വളർത്തിയിട്ട് ആ ശത്രുവിന്റെ കൊട്ടാരത്തിന് പുറത്തിറങ്ങിയിട്ടുണ്ടായ ഈ സംഭവത്തെ ഇതിവൃത്തമാക്കി ഇത്രയും അധികം പാഠങ്ങൾ വളരെ കൃത്യമായി പഠിപ്പിച്ചു എങ്കിൽ ഇതൊരു വൃഥാവർത്തമാനമായിട്ട് മനസ്സിലാക്കി. നമ്മുടെ സമുദായത്തെ ഇങ്ങനെ സംസ്കരിക്കാൻ നമുക്ക് പറ്റാത്ത കാലത്തോളം നാം ഒരിക്കലും വിമോചന സ്വപ്നം കാണേണ്ടതില്ല എന്ന് വിനയപരിച്ച് ഞാൻ എന്നോട് പറയാം, നിങ്ങളോട് പറയുന്നില്ല. ഇങ്ങനെ ഒരു സമുദായത്തെ നേരെ ചൊവ്വെ സജ്ജമാക്കാൻ പള്ളികൾക്കും നമ്മുടെ സംവിധാനങ്ങൾക്കും പണ്ഡിതന്മാർക്കും സംഘടനകൾക്കും പറ്റണം. നാട്ടിൽ നടക്കുന്ന സകല വൃത്തികളിലും തലയിട്ടിട്ട് അതിൻ്റെയൊക്കെ പേരിൽ പക്ഷം പിടിച്ച് നിസ്സാര വിഷയത്തിൽ കുടുംബത്തിന്റെ ഭാഗത്ത് അനീതി ഉണ്ടെങ്കിലും ആ അനീതിക്ക് വേണ്ടി രംഗത്തിറങ്ങി പടവെട്ടുന്ന രീതിയിലൊക്കെ മുസ്ലിം സമുദായം മുന്നോട്ട് പോയി സാമൂഹ്യ ക്രമത്തിനത് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എത്ര ഭീകരമാണെന്ന് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് സഹോദരന്മാരെ, അവിടെ നിന്ന് മാറണം. ആദർശമായിരിക്കണം നമ്മുടെ പ്രചോദനം. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി ആദർശമായിരിക്കണം പ്രചോദനം. ആ ആദർശത്തിന്റെ ടെക്സ്റ്റ് ബുക്കാണ് വിശുദ്ധ ഖുർആൻ. അതിന്റെ വിശദീകരണമാണ് തിരുവചനങ്ങൾ. അത് രണ്ടും മുമ്പിൽ വെച്ച് ഒരുപാട് പാഠങ്ങൾ കൃത്യമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. നാം ജീവിക്കുന്ന സാഹചര്യത്തുമായി ബന്ധപ്പെടുത്തി ഏത് കാണ്ഡമാണോ പഠിപ്പിച്ചത് അത് പഠിക്കാൻ നമുക്ക് പറ്റണം. ഇപ്പൊ ഇന്ത്യൻ മുസ്ലിമീങ്ങൾ ശരിക്കും ഇസ്രായേൽ സമുദായത്തിന്റെ ചരിത്രം പഠിക്കണം, മൂസയുടെ കാലഘട്ടം പഠിക്കണം, അത് ഉത്തരേന്ത്യയിലും പഠിക്കണം, കേരളത്തിലും പഠിക്കണം. നമ്മുടെ പണ്ഡിതന്മാർ അങ്ങനെ പഠിപ്പിക്കണം, മതസംഘടനകൾ അങ്ങനെ പഠിപ്പിക്കണം. അത് വെച്ച് പാഠങ്ങൾ ഉന്നയിച്ചു കൊടുക്കണം, മുമ്പിൽ കാണുന്ന ഉദാഹരണം പഠിപ്പിക്കണം. എന്നിട്ട് ഈ സമുദായം ഒരേ വികാരത്തിൽ അനമിനൽ മുസ്ലിമീൻ എന്ന ആദർശത്തിന്റെ കരുത്തിൽ പറയാൻ പറ്റണം. അനീതിക്കെതിരെ ശ്രദ്ധിക്കാൻ അവരുണ്ടാവണം. നമ്മളായിട്ട് അന്യായം കാണിക്കില്ല എന്ന് ഉറപ്പിക്കണം. നമ്മോട് അന്യായം കാണിക്കുന്നവരെ ഈ ഭരണകൂടത്തിന്റെ സംവിധാനങ്ങൾ എത്ര കാലം വിശ്വസിക്കാൻ പറ്റുമോ അത്ര കാലം അതിനനുസൃതമായി. അല്ലാത്ത പക്ഷം സമുദായം സ്വീകരിക്കുന്ന നിലപാടിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകാൻ കഴിയണം. ജനിച്ച മണ്ണിൽ നിന്ന് റോഹിംഗ്യകളെ പോലെ അഭയാർത്ഥികളായി അങ്ങ് കടലിൽ മുങ്ങി മരിക്കാനും ഏതോ നാട്ടിന്റെ ഒടിഞ്ഞ മൂലയിൽ അവിടുത്തെ വേസ്റ്റ് പൂന കൂട്ടിയെടുത്ത് പോയി ജീവിക്കാൻ തയ്യാറല്ല എന്ന് പ്രഖ്യാപിക്കുന്ന പുതുതലമുറക്ക് പറ്റണം. നമ്മുടെ യുവാക്കൾ കരുത്തരാകുമ്പോഴേ സമുദായത്തിന് കരുത്ത് തിരിച്ചു കിട്ടൂ. ഇവിടെ ഡൽഹിയിൽ ഇപ്പോൾ യുവാക്കളുടെ സംഗമമാണ് നടക്കുന്നത്. 18 വയസ്സ് തികയാത്തവർ ഉൾപ്പെടെ ഉണ്ടെന്നാണ്. അലസന്മാരും മടിയന്മാരുമായിട്ട് പുതിയ തലമുറയെ കണ്ടവരാണ് നമ്മളെല്ലാം. പക്ഷെ അവർ കാര്യങ്ങൾ പഠിക്കാൻ സമർത്ഥരാണെന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലായി എങ്കിൽ നമ്മുടെ വീട്ടിലുണ്ട് കുറെ ചെറുപ്പക്കാർ, നമ്മുടെ കയ്യിലുണ്ട്, നമ്മുടെ സ്ഥാപനങ്ങളിലുണ്ട്, നമ്മുടെ സംഘടനയുടെ കൂടെ വരുന്നുണ്ട്. അവരെ ശരിയായ പാഠം പഠിപ്പിക്കാൻ കഴിയണം. ഈ കാലഘട്ടത്തെ അറിഞ്ഞ് ഈ ചരിത്രത്തിന്റെ ആദർശമായ വായനയിലൂടെ അത് വളരുമ്പോൾ ഇടപെടേണ്ട സ്ഥലത്ത് ഇടപെടാൻ കരുത്തുള്ള ഒരു ടീം കയ്യിലുണ്ടാവും. മാനുഷികമായ മൂല്യങ്ങൾ മുറുകെ പിടിക്കുന്ന ആദർശത്തിന്റെ കരുത്തിൽ കൊഴുത്ത ഒരു സംഘം അത്തരമൊരു യുവതലമുറ ഉണ്ടാകുന്നിടത്തോളം വിജയിക്കും. അതുകൊണ്ടാണ് പ്രവാചകന്മാരെ കുറിച്ച് പറഞ്ഞിടത്തോടെ യുവത്വ കാലം കൃത്യമായിട്ട് എടുത്തു പറഞ്ഞത്.
ഇപ്പൊ മൂസ ചരിത്രം പഠിക്കല്ലേ, മൂസ എന്നൊരു പ്രയോഗമുണ്ട് ഖുർആനിൽ. മൂസ ഇവിടെ സമൂഹത്തിലെ ഒരു കൂട്ടം ചെറുപ്പക്കാർ, ഇബ്രാഹിമിനെ കുറിച്ചുള്ള ഫത്തൻ, ഒരു ചെറുപ്പക്കാരൻ, ചെറുപ്പക്കാർ, യുവത്വം. അതുകൊണ്ട് സഹോദരന്മാരെ, നമുക്കൊരു ബാധ്യതയുണ്ട്. ഈ പാഠഭാഗങ്ങളിൽ പുതുതലമുറയെ പഠിപ്പിക്കണം, നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കണം. നമ്മുടെ തീൻമേശയിൽ ചർച്ചയാവട്ടെ, നമ്മുടെ വീട്ടിലെ കുടുംബ കൂടിയിരിക്കൽ ചർച്ചയാവട്ടെ, നമ്മുടെ പരിതവൃത്തത്തിൽ നമ്മുടെ കുട്ടികളുടെ കൂടെ, നമ്മുടെ അധ്യാപകർ, നമ്മുടെ രക്ഷിതാക്കൾ, നമ്മുടെ പണ്ഡിതന്മാർ, നമ്മുടെ നേതാക്കന്മാർ, അങ്ങനെ തുടങ്ങിയിട്ട് ഇസ്ലാമിലെ ഈ പാഠം കൃത്യമായിട്ട് പഠിപ്പിക്കണം. ആദർശബോധമുള്ള ഒരു തലമുറ ഉണ്ടായി വരുന്നിടത്തെ വംശഹത്യയെ പ്രതിരോധിക്കാൻ തമ്പുരാൻ കൂടെ ഉണ്ടാകൂ എന്ന പാഠം ഇനിയും മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ അള്ളാഹു നമ്മെ കരുത്തരാക്കി മാറ്റുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ലഗഫൂറുർ റഹീം വദ്ഉഹു ഇന്നഹു വൽ ബർറുൽ കരീം.